സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ അവകാശവാദമായിരുന്നു 10 വർഷം ലോഡ് ഷെഡിങ് ഉണ്ടായില്ല. അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു കഴിഞ്ഞപ്പോഴത്തേന് ലോഡ് കൂടിയപ്പോഴത്തേനൊക്കെ നിയന്ത്രണമേ ഉള്ളൂ, ലോഡ് ഷെഡിങ് ഇല്ല, എപ്പോഴെപ്പോഴും കറണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ 10 വർഷം ഈ ലോഡ് ഷെഡിങ് ഇല്ലാതെ കൊണ്ടുപോകാൻ കാരണമായത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം മിടുക്കായിരുന്നു. അല്ല, കാരണം കേരളത്തിൽ കൺസ്യൂം ചെയ്യുന്ന വൈദ്യുതി കേരളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അത് സത്യമാണ്, എല്ലാവർക്കും അറിയാം. എത്രയോ വർഷമായിട്ട് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് 70കളിൽ എപ്പോഴോ നമുക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല സർപ്ലസ് ഉണ്ടായിരുന്നു, നമ്മൾ തമിഴ്നാടിനും വിറ്റുകൊണ്ടിരുന്നു. തമിഴ്നാടിനും വിറ്റിട്ട് അരി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അച്യുതമേനോൻ മുല്ലപ്പെരിയാർ കരാറ് പുതുക്കി എഴുതി എന്നൊക്കെ പറഞ്ഞില്ലേ. അന്ന് നമുക്ക് ഇത് എണ്ണമൊന്നുമില്ല. മാത്രമല്ല അന്ന് വീട്ടിൽ 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കുറയും. പക്ഷേ നമ്മൾ കാശ് അതിൻ്റെ സ്വിച്ചും ഇതുമൊക്കെ ആയിട്ട് കാശ് ഇച്ചിരി മുടക്കണം. അതുകൊണ്ട് KSEB പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആൾക്കാരെ 3 ഫേസ് എടുക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി കുടിക്കുന്ന വ്യവസായങ്ങളൊക്കെ, ആ വ്യവസായങ്ങളുടെ പേര് ഞാൻ പറയാത്തത് വെറുതെ അതൊരു ഇതാവുണ്ടാകും. ആലുവ ഭാഗത്തൊക്കെ അസാമാന്യമായ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള വ്യവസായങ്ങൾ. അത് കേരളത്തിൽ വരാൻ കാര്യം കേരളത്തിൽ എക്സസ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഹിസ്റ്റോറിക്കലി വി വെർ സെൽഫ് സഫീഷ്യൻറ്റ്. അത് കഴിഞ്ഞിട്ട് സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി രംഗം നമ്മൾ അവഗണിച്ചു. അത് നമുക്കെല്ലാം ഈ സിന്ദാബാദ് വിളിക്കാനുള്ള സ്ഥലങ്ങളാണല്ലോ, അല്ലാതെ കാര്യം നടക്കാനുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. പ്രൊഡക്ഷൻ നമ്മൾ നിന്നിടത്ത് നിന്നു, അല്ലെങ്കിൽ മാർജിനലായിട്ട് കൂടി, കൺസംഷൻ ഭീകരമായിട്ടങ്ങ് കൂടി. അപ്പോൾ അന്നാണ് നമ്മൾ ഈ ലോഡ് ഷെഡിങ് ഇതൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് കേന്ദ്രം നമ്മളുടെ കൂടംകുളം നിലയം വന്നു. NTPCയുടെ ഒരുപാട്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ഒരുപാട് നിലയങ്ങൾ വന്നു. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കേന്ദ്ര പൂൾ എന്ന സംവിധാനം വന്നു. അതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇടാം, ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഇത് വന്നു. പിന്നെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വന്നു. കമ്മീഷനുമായിട്ട് യോജിച്ചും പിടിച്ചും വേണം എല്ലാവരും സകല ഇലക്ട്രിസിറ്റി ബോർഡുകളും വർക്ക് ചെയ്യാൻ. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ തന്നെ പിരിച്ചുവിടപ്പെട്ടു, ഓരോന്നും കമ്പനിയായിട്ട് മാറി. ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, 3 കമ്പനികളായിട്ട്. ഇപ്പോഴും KSEB എന്നൊക്കെ ഇവർ പറയുമെങ്കിലും ഇൻഫാക്റ്റ് അവർ 3 കമ്പനികളാണ്. അപ്പോൾ അതിന് കുറേ അധികം ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലൊന്നാണ് സ്മാർട്ട് മീറ്റർ. സ്മാർട്ട് മീറ്റർ കേരളത്തിൽ വെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും മീറ്റർ റീഡർമാരുടെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. മീറ്റർ റീഡർമാർ കോൺട്രാക്ട് ബേസിലാണ്. കോൺട്രാക്റ്റ് നിർത്തി കഴിഞ്ഞാൽ അയാളുടെ പാട്ടിന് പൊക്കോളും. പക്ഷേ KSEBക്ക് അത് വേണം. ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ അനാവശ്യ പിടിവാശികൾ കൊണ്ട് നമുക്ക് കറണ്ടില്ലാതെ വരുന്നു. ഉള്ള കറണ്ട് നേരെ മീറ്റർ ചെയ്യുന്നില്ല, മീറ്ററിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ട്രബിൾസ് നമുക്ക്